റബ്ബേ, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയാലോ? പക്ഷേ അപ്പോഴേക്കും പല പല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും. അതൊട്ടും എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്നത്. അത് നടക്കുമോ എന്നും എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് റബ്ബേ ഈ വീട്ടിലേക്ക് എന്നെ കല്യാണം കഴിച്ച് തന്നത്? ഒരു ദീനുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആ ദീനുള്ളൊരു പുരുഷനാവുമായിരുന്നു. താൻ മഹർ കെട്ടി കൊണ്ടുവന്ന പെണ്ണിനെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, അവൾക്ക് ഞാൻ എന്തെല്ലാമൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദീൻ പഠിച്ച ഒരാൾക്ക് അതൊക്കെ അറിയുമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയത് ദീൻ എന്തെന്ന് പോലും അറിയാത്ത ഒരാളെയാണല്ലോ റബ്ബേ. എനിക്ക് തന്നെ ഈ വിധി വന്നല്ലോ. ഒരു പെൺകുട്ടികൾക്കും എൻ്റെ ഈ വിധി കൊടുക്കരുത് റബ്ബേ. ലോകത്തിൽ എത്രയോ കുട്ടികൾ കല്യാണം കഴിച്ചു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ഗർഭം ധരിക്കുന്നു, നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. മാഷാ അല്ലാ. അതിനുള്ള യോഗങ്ങളൊന്നും എനിക്കില്ല റബ്ബേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സാധാരണ ഒരു പെൺകുട്ടിയാണ് റബ്ബേ. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു സാധുവായ കുട്ടിയാണ് ഞാൻ. മൂസിന അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ. എനിക്കിപ്പോഴും എൻ്റെ ഇക്കയെ